വിവരക്കേടും ചരിത്ര വസ്തുക്കളെ വളച്ചൊടിച്ചൊക്കെ പറയുമ്പോൾ അതിന് മറുപടി പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അദ്ദേഹം ഈ കോൺഗ്രസിനെ വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ച് കുറെ ആൾക്കാരൊക്കെ ബി ജെ പിയിലേക്ക് പോയതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. ഞാൻ സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയതിന്റെ കണക്കൊന്നെടുത്ത് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് ചരിത്ര വസ്തുക്കൾ പറയാം. ഒന്ന്, ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവ് വി ഡി സവർക്കറെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം വന്നപ്പോൾ അതിനെതിർത്ത കോൺഗ്രസിനെതിരെ പ്രസംഗിച്ച് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുടെ പേര് എ കെ ഗോപാലൻ എന്നുള്ളതാണ്. മറക്കരുത്, മനസ്സിലായില്ലേ? 1977 RSSനെ അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചതിനെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ, ജനസംഘത്തിന് അംഗമില്ലാത്ത കേരളത്തിന്റെ നിയമസഭയിൽ RSSനെ നിരോധിച്ചതിനെതിരെ പ്രസംഗിച്ച നേതാവിന്റെ പേര് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. മറക്കരുത്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഈ കോഴിക്കോട് കടപ്പുറത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ പിന്നീട് പിണറായി വിജയൻ തോളത്തെടുത്ത് നടന്നും ഇടയ്ക്ക് താഴത്ത് വെച്ചും കൊണ്ടു നടന്ന ആരിഫ് മുഹമ്മദിനെ കൊണ്ടുവന്ന് പ്രസംഗിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവായ വർഗീയവാദിയുടെ പേര് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഇനി നോക്കൂ, ഈ കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് PC ജോർജിനെ പോലെയുള്ള രാഷ്ട്രീയ മാലിന്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ആ വാക്കുണ്ടാക്കി കൊടുത്ത് കേരളം അതിന്റെ പറുദീസയാവുന്നു മാറി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവായത് വർഗീയവാദിയായ VS അച്യുതാനന്ദൻ അല്ലെ? ഇനി ഞങ്ങൾക്ക് കാരാട്ടിനോടൊക്കെ എതിർപ്പുണ്ട്, ഞങ്ങൾക്ക് യെച്ചൂരിയുടെ എതിർപ്പുണ്ട്. പക്ഷേ യെച്ചൂരിക്ക് 2000 രാജ്യസഭയിൽ പോകാനായിട്ട് അൺകണ്ടീഷണൽ പിന്തുണ കൊടുക്കാന്ന് പറഞ്ഞ കാരണം അറിയോ? യെച്ചൂരി മതേതരവാദിയാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. കാരാട്ടിനെ അത്തരത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല, കാരാട്ടിനെ വിശ്വസിക്കാൻ കഴിയില്ല. ഈ കേരളത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം ഈ രാജ്യത്ത് ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ കഴിഞ്ഞ് ആകെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അവധി ആഘോഷിക്കാൻ പോയ ആളെ ഞങ്ങൾ വിശ്വസിക്കണോ? ഈ പറയുന്ന സജീഷ് പോലും കേരളത്തിൽ വാളയാർ കഴിഞ്ഞു പോയി BJPക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും DYFIയുടെ നേതാവ് കേരളത്തിൽ നിന്നുള്ളവർ പോയോ? ഇവരെയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? കേരളത്തിൽ എന്നും RSSന്റെ നാവായിട്ടുള്ളത് ഇയാളാ, ഈ പിണറായി വിജയനാ. നോക്കൂ, ഈരാറ്റുപേട്ടയിൽ ഇന്നിപ്പോ ഒരു മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗം എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിങ്ങൾ മുഴുവൻ ക്രിമിനൽ ആണെന്ന്. ഈ പറഞ്ഞത് പിണറായി വിജയനല്ലേ? ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിരുന്ന സംഭവത്തിൽ ഉൾപ്പെട്ടവർ മുഴുവൻ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരാണ്, തെമ്മാടിത്തരമാണ് കാണിച്ചതെന്ന് പറഞ്ഞത് BJPയുടെ ആഭ്യന്തരമന്ത്രിയല്ല, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ന പിണറായി വിജയനാ. ഇയാളെയാണോ വിശ്വസിക്കേണ്ടത്?